അപ്പൊ ഇത് ഒഴിച്ചു മാറ്റിയല്ലേ? അതെ, അതൊരു നീണ്ട കഥയാ. അതെ, നീണ്ട കഥയായിട്ട് പറയാൻ പറ്റില്ല, ഒരു മിനിക്കഥയായിട്ട് പറ. അതെ, എന്റെ ഡ്രസ്സെല്ലാം സുസ്മിത എടുത്ത് അലക്കിയത് കൊണ്ടല്ലേ ഞാൻ. അപ്പൊ അങ്ങനെയാണ് കഥ. പിന്നെ എന്താ കരുതി? ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചു. അതെ, ഈ ദോശ കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല, അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ ദോശയും കൊടുക്കുന്നില്ല, ആശയും കൊടുക്കുന്നില്ല. അത് ഇയാള് മാത്രമാണ് തീരുമാനിച്ചാ മതി. പിന്നെ ആര് തീരുമാനിക്കണം? എങ്കിലേ ഇയാളെ ബട്ടണിട്ട്. എന്താ ബട്ടൺ ഇടാൻ? ഏത് ബട്ടൺ? ഈ ബട്ടൺ. ഓ, ഇതോ? ഇത് സാരമില്ല, ആര് കാണാനാ? ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? എന്നിട്ടാണ് ഇയാള് പറഞ്ഞ ആശയും ദോഷമൊന്നും കൊടുക്കില്ല. ഓ, അപ്പൊ ദുഷ്ചിന്തയാണ് അല്ലെ? ഇയാളെന്നെ പ്രകോപിപ്പിച്ചിട്ട് ഇപ്പൊ എനിക്കായി കുറ്റം. ഞാൻ എന്ത് പ്രകോപിപ്പിച്ചെന്നാ? തനം മര്യാദ ബട്ടണിട്ട്. ഇത് ഇടാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിയതാ. ഞാൻ നോക്കണ? അല്ല, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറയാ. ഇതങ്ങനെയല്ല, കൈ ഇങ്ങോട്ട് മാറ്റി ഇതവിടെ പിടിച്ചോണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അല്ല, എനിക്ക് ബട്ടണിടാൻ അറിയാലോ നന്നായിട്ട്. എന്താ രാജേശ്വരി, കിടക്കുന്നില്ലേ? കിടന്നോളാം, നിക്ക്. ആ റൂമിൽ തന്നെയാണോ കിടക്കുന്നത്? അതെ, ഞാൻ ആ റൂമിലല്ലേ കിടക്കാറ്. ഇതുവരെയുള്ള കാര്യങ്ങളല്ല, ഇനി മുതലുള്ള കാര്യങ്ങളാ ഞാൻ ചോദിക്കുന്നത്. തുറന്നു പറയാം, നിങ്ങൾ കിടക്കുന്ന റൂമിൽ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. രാജേശ്വരി, ഭാര്യ ഭർത്തൃ ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലാതായിട്ട് കാലങ്ങളായി. തുറന്നു പറഞ്ഞ, നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചത് മുതൽ ഭർത്താവിന്റെ സാമീപ്യമോ കരുതലോ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അന്ന് മുതൽ ഞാൻ ആ റൂമിൽ ഉറങ്ങിയിരുന്നത്. എത്രയൊക്കെ ആയാലും കുറെ കാലം കൂടെ കഴിഞ്ഞതല്ലേ. ഇത്രയും പ്രായമായ നിങ്ങൾക്ക് രാത്രി വല്ല ശ്വാസം മുട്ടലോ വയ്യായികയോ വന്നാ തിരിഞ്ഞു നോക്കാൻ ആളില്ലല്ലോ എന്ന് കരുതി. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാജേശ്വരി, ഞാൻ എന്ത് ചെയ്തെന്നാ? ശാരദയെ വേണ്ടാന്ന് വെച്ചിട്ടാ നിങ്ങൾ എന്റെ കഴുത്തില് താലി കെട്ടിയത്. പക്ഷെ അതൊരു ഉപേക്ഷയായിരുന്നില്ല എന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് തന്നെ മടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക നിങ്ങൾ. രാജേശ്വരി, നിങ്ങൾക്ക് വിശദീകരണം പലതും ഉണ്ടാവും. നിങ്ങളുടെ മക്കളുടെ അമ്മയല്ലെന്ന് വാദിക്കാം. പക്ഷേ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് പോയി മടങ്ങി എത്തുമ്പോഴും കണ്ണീര് കുടിച്ചിറക്കി തൂശനില വിരിച്ച് സദ്യ വിളമ്പാനേ ഇത് ശാരദയല്ല, രാജേശ്വരിയാ. നിങ്ങൾ തീരുമാനിക്കണം ഈ റൂമിൽ ആര് കിടക്കണമെന്ന്. നിങ്ങൾക്ക് അവിടെ കിടക്കണമെങ്കിൽ ഞാൻ ഹാളിൽ കിടന്നോളാം. വേണ്ട രാജേശ്വരി, ഞാൻ പുറത്ത് കിടന്നോളാം. നിൽക്ക്, ഒരു കാര്യം കൂടി. നിങ്ങൾക്ക് കഷായത്തിൽ വിഷം ചേർത്ത് തന്നതിൽ പിന്നീടെങ്കിലും ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഇനി ജീവിത അവസാനം വരെ എന്റെ മനസ്സിൽ ആ വിഷമം ഉണ്ടാവില്ല.
ശാലിനി, നീ നല്ല ഭംഗിയായിട്ട് കുളിക്ക്. നിന്റെ മൊബൈൽ വെച്ച് തന്നെ ഞാൻ തരാം നിനക്കുള്ള പണി. ഭാഗ്യം, അവളുടെ കുളി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തായി ശാലിനി മോളെ? കിണ്ണം കെട്ട കള്ളിയെ കൈയോടെ പിടിച്ചില്ലേ? ഇപ്പതേ നിന്റെ റിമോട്ട് കൺട്രോളും എന്റെ കയ്യിൽ. ഇനി സുസ്മിത വരയ്ക്കുന്ന ലക്ഷ്മണരേഖയ്ക്കപ്പുറം പോവില്ല നീ. എന്നാ നീ ഒന്ന് വരച്ചു നോക്ക്, ഞാനൊന്ന് കാണട്ടെ. എടീ, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ നീയല്ല, നിന്റെ ഭാമാൻഡി ലക്ഷ്മണരേഖയും ചതുരവുമായിട്ട് വന്നാലും ഞാൻ പോവും. അതിപ്പോ ഏത് പാതിരാത്രി ആയാലും. അത്രയ്ക്കായോ നീ? ഭാമാൻഡിയെ ഇപ്പൊ തന്നെ ഈ വിവരം അറിയിച്ചിട്ടേ കാര്യമുള്ളൂ. നിന്നെ കൊണ്ട് ഇതേ പറ്റൂ സുസ്മിത, ഏത് കാര്യത്തിനും ഭാമാൻഡി. ശാലിനിക്കെതിരെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുള്ള തന്റെടോ തണ്ടല്ലോ ഉണ്ടോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ഭാമാൻഡി ആരാ? നിന്റെ ഗുണ്ടേ? അവരെ എന്റെ ഭർത്താവിന്റെ അമ്മയാ. അവരും ഞാനും തമ്മില് പലതും പറഞ്ഞു നിരിക്കും. ഇന്ന് പിണങ്ങിയ നാളെ കൂട്ടുകൂടും. കാരണം നാളെ സത്യാമ്മ വീണുപോയാ നോക്കേണ്ടത് ഞാനാ. അല്ല, നീയോ? നീ സത്യാമ്മയുടെ ആരാടി? കേവലം ഒരു കൂട്ടുകാരിയുടെ മോൾ. നീ തന്നെ പറഞ്ഞതുപോലെ ഒരു ഔട്ട്സൈഡർ. ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായ പെട്ടിയും പ്രമാണമെടുത്ത് ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങേണ്ടവൻ. നീ ഇന്ന് രാത്രി ഇവിടുന്ന് കഴിച്ച ഭക്ഷണം പോലും ഞാനടക്കം ഇവിടെ ഉള്ളവരുടെ ദയയാ. അതിന്റെ പൊളപ്പില് ഞെളിഞ്ഞു കയറി ശാലിനിക്കെതിരെ പത്തി വിരിക്കല്ലേ? അടിച്ച് തൂക്കിയെടുത്ത് ഈ വളപ്പിന് പുറത്തിടിഞ്ഞ. ആട്ടെ, ഞാൻ മൊബൈല് കണ്ടോന്ന് ചോദിച്ചപ്പോ നിനക്ക് ഭയങ്കര ഉറക്കമായിരുന്നല്ലോ. ഓ, നീ എങ്ങനെ കൃത്യസമയത്ത് താഴെ ക്രാഷ് ലാൻഡ് ചെയ്തു? അത് പിന്നെ എന്തു പറഞ്ഞാലും നീ ഇപ്പൊ എന്റെ റൂംമേറ്റ് അല്ലേ? നിനക്കെന്തേലും സംഭവിച്ചാ ഞാനല്ലേ മറുപടി പറയണ്ടേ? അതുകൊണ്ട് നീ എവിടെ പോയി അന്വേഷിക്കണം തോന്നി. എല്ലാ രാത്രിയിലും ഞാൻ ഈ റൂമിൽ നിന്ന് പാത്തും പതുങ്ങിയും പുറത്തിറങ്ങി പോകാറുണ്ട് അല്ലെ? പിന്നെ നേരം വെളുക്കുമ്പോഴാ വന്ന് കിടക്കുന്നത് അല്ലടി? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോണം.
നുണ പറഞ്ഞ അടിച്ചു നിന്റെ കരണം പൊളിക്കും. ഒരു ഭാമാന്റി എന്നോട് ചോദിക്കാൻ വരില്ല. എന്തോടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പറയടി, എന്താ ഞാൻ പറയണ്ടേ? ഞാൻ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് നീ കണ്ടിട്ടുണ്ടോന്ന് ഒരു രാത്രിയെങ്കിലും? ആ അത് പിന്നെ നിനക്ക് കാവലിരിക്കലാണോ എന്റെ ജോലി? ഞാൻ അതൊന്നും നോക്കാറില്ല. നിക്ക്. നേരത്തെ നീ പറഞ്ഞു റൂംമേറ്റിന്റെ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഇപ്പൊ പറയുന്നു കാവലിരിക്കുന്നത് നിന്റെ പണിയല്ലാന്ന്. ഇനി ഞാൻ പറയാം. റൂംമേറ്റെന്നോ കൊടച്ചക്രമെന്നോ പറഞ്ഞ് മേലാൽ എന്റെ കാര്യങ്ങളിൽ തലയിടാൻ വന്ന സത്യമായിട്ടും നിന്റെ ഈ പിത്തക്കവിളി ഞാൻ അടിച്ച് പൊട്ടിക്കും. മര്യാദയ്ക്ക് ഈ റൂമിന്റെ കോണിലെങ്ങാനും ചുരുണ്ട് കൂടിക്കോണം. പോയി കിടന്നു പങ്കടി. ഇവള് പറഞ്ഞ ചിലപ്പോ പറഞ്ഞതുപോലെ ചെയ്യും. കിടന്നേക്കാം. ഇനി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അയ്യടാ, പെട്ടെന്ന് കായ്ക്കുമായിരിക്കും അല്ലേ ചേച്ചി? ആ, മൂവാണ്ടനായതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും എന്ന് കരുതി നാളെ മാമ്പഴം കഴിച്ചു കളയാന്നൊന്നും കരുതി കളയരുത്. ദീർഘകാല പദ്ധതികളാണല്ലോ ബാലചന്ദ്ര. നടക്കട്ടെ ചേച്ചി, നമുക്ക് നമ്മളെ പരിപാടി അങ്ങ് നോക്കാം. ആഹാ, എന്താ ഇവിടെ പൈസ കൊടുക്കുമായിരുന്നു? അതെ, ഇനി ഇവിടെ എന്താ ഇത് ബാലേന്ദ്ര? എന്താന്നോ മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് ഇറങ്ങി തള്ള. അങ്ങോട്ട് ഇരിക്കുക ചേച്ചി. എന്ത് തോന്നിയ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഒന്ന് പോളേ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇന്നു മുതൽ ഈ കുടുംബശ്രീ ഹോട്ടല് ശാരദാമ്മയുടേതല്ല. എന്റെ ചേച്ചി രാജേശ്വരിയുടേതായിരിക്കും. അതേത് വകുപ്പിലാന്ന് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മക്കുറവിന്റെ അസുഖം ഉണ്ടോ തള്ളേ? ഈ വീടും ഹോട്ടലും എല്ലാം കൂടി എന്റെ ചേച്ചിക്ക് എഴുതി കൊടുത്ത കാര്യം നിങ്ങൾ മറന്നോ? ഒഴിഞ്ഞു തരാൻ നിങ്ങളുടെ സാവകാശം ചോദിച്ചിരുന്നു.
ഇത് വച്ചല്ലേടി നീ ശാരദയും എന്റെ മക്കളെയും വഴിയാധാരമാക്കാൻ പോകുന്നത്. എന്നാൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടോ നീ? ശാരദയുടെ ഇത്ര നാളത്തെ കണ്ണീരിന്റെയും ചോരയുടെയും വേർപ്പിന്റെ ഒക്കെ വിലയായത്. ആ നീ സിനിമയും സീരിയലും ഒക്കെ കാണാറില്ലേ ബാലേന്ദ്ര? അതിൽ നല്ല വൃത്തിയായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷാർഹമാണെന്ന്. പക്ഷേ ഈ സീനിൽ അങ്ങനെ ഒരു കാർഡിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു സ്ത്രീക്കെതിരെ നടത്തിയ അക്രമത്തിന് മറ്റൊരു സ്ത്രീ കണക്ക് ചോദിക്കുന്നതാ. അടങ്ങി നിൽക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ എടുത്ത് അകത്താക്കും ഞാൻ. ACP ഓഫീസ് കുടുംബശ്രീയുടെ ചായ്പിനോട് ചേർന്നാണോ അല്ലയോന്ന് കാണിച്ചു തരുഞ്ഞ്. വീട്ടിലും ജോലി സ്ഥലത്തും അതിക്രമിച്ചു കടക്കൽ, വധശ്രമം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, വ്യാജരേഖ നിർമ്മാണം, യൂണിഫോമിലുള്ള പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ വകുപ്പുകൾ കുറെ ഉണ്ട്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലൊക്കെ ഇപ്പൊ നല്ല ഫെസിലിറ്റീസാ. എന്താ ഒന്ന് കാണുന്നുണ്ടോ? തൽക്കാലം ജയിച്ചു എന്ന് കരുതി അഹങ്കാരം വേണ്ട ശാരദേ. ഇവിടുന്ന് ഒരു പിടി മണ്ണ് കൊണ്ട് പോവാ പൂജാമുറിയിൽ ഉഗ്രശക്തിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ വെക്കാൻ. നീയും നിന്റെ മക്കളും ഈ മണ്ണിൽ നിന്ന് നടന്നൊഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചത്തൊഴിയും. കണ്ടോ നീ? തോറ്റു പോകുന്നവര് പറയുന്ന പഞ്ച് ഡയലോഗ് ഒന്നും വേണ്ട. നിങ്ങൾ പോവാൻ നോക്ക് രാജേശ്വരി, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ. വാടാ. മോളെ, അതെ, ഈ കുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയോ? ആ, ഇത് ചേട്ടന് പരിചയമുള്ള കുട്ടിയാണോ? ഇപ്പൊ കണ്ടതാ. ഇവിടെ എവിടെയാ താമസിക്കുന്നത് അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കുഴഞ്ഞു പോകും. താങ്ക്സ് ചേട്ടാ, ഞാൻ അകത്താരോടെങ്കിലും ചോദിച്ചു നോക്കാം. ആ, ചോദിച്ചു നോക്കൂ. ആ, അത് ശരിയാ. എവിടെയായിരുന്നു താൻ? മാഡം, ഞാൻ അപ്പുറത്ത്. വേഗം വണ്ടി എടുക്ക്. ശരി മാഡം.
അവർക്കറിയാവോ? ഇല്ല. ചേട്ടാ, ഞാൻ എന്റെ ഫോൺ നമ്പർ തരാം. ഇനി ഇവിടെ വന്നാൽ എന്നെ ഒന്ന് അറിയിക്കണം. പറ്റുമെങ്കിൽ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചറിയണം. ആ, ഫോൺ നമ്പർ ഇങ്ങനെ തന്നാ മതി. നോട്ട് ചെയ്തു. സേവ് ചെയ്തു. ഓക്കെ ഏട്ടാ, എന്നാ താങ്ക്സ്. ആ ശരി, വിളിച്ചു പറയാം. അപ്പൊ എന്നെ കണ്ടിട്ടുണ്ട് നീ. ഒരു നോട്ടം മതി സുസ്മിതേ, ആസിഡിന്റെ തുള്ളി പോലെ ആ കാഴ്ച നിന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ. ഇനി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാ സുസ്മിതേ. സംശയിക്കണ്ടല്ലിയ, ഇതേ കുട്ടിച്ചാത്തന്റെ കളിയാ. ഞാനിത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ ഉറപ്പായിട്ടും കുട്ടിച്ചാത്തനുണ്ട്. നേരാടാ, ഈ പറഞ്ഞത് സത്യമാണെന്നേ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസേ ഞാനിട്ട കണ്ണിമാങ്ങ അച്ചാറിന് പകരം ഭരണിയിൽ ഇപ്പോ കരിങ്കല്ല് കിടക്കുന്നു. കഞ്ഞിവെള്ളം കള്ളായി മാറുന്നു. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അളിയാ, ഇനിയിപ്പൊ നമ്മള് വേറെന്തെങ്കിലും എടുത്തു കൊടുക്കുകയും ചെളിയ പാവത്തിന് വിശക്കുന്നില്ല. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാടാ? നിനക്ക് തന്നത് കൂടാതെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഭക്ഷണമായിട്ട്. അയ്യോ, ചോറ് വെക്കാനാണെങ്കി കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ചാക്കരി അറക്കപ്പൊടിയായി. സോറി അളിയ, ഞാനിത് കഴിച്ചു പോയി. അല്ലെങ്കിൽ ഇതിന്ന് കുറച്ച് തരാനുള്ളൂ. ഇനി ക്ഷീണിച്ച നടക്കങ്ങോട്ട്. നടക്കച്ചാ. ആ, അങ്ങനെ അതൊക്കെ പറ്റുന്നില്ല മക്കളെ. ഇത്രേ ഉള്ളോ ദ ഗ്രേറ്റ് രാഘവൻ നായരുടെ മനോധൈര്യം? കാലില്ലാത്തവർ ഓടി മാരത്തോണിൽ ജയിക്കുന്നത് പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? അതെ, അതൊന്നും പരസ്യമല്ല. അംഗവൈകല്യം വന്നവരുടെ ഒളിമ്പിക്സ് വരെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ, അതന്നെ. അതെ, അച്ഛൻ എന്താ കുഴപ്പം? ഒരു സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് എത്രയോ പേര് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ചെറിയൊരു ബലഹീനത ഉണ്ടായിരുന്നത് പരിഹരിക്കാനല്ലേ ആയുർവേദ ചികിത്സ നടത്തിയത്. അതെ, വൈദ്യരെന്താ പറഞ്ഞത്? കുറേശ്ശെ നടന്ന് ശീലിക്കണമെന്നല്ലേ വിഷ്ണുട്ടാ? അതെ, ഇരിക്കാനേ പറ്റൂന്ന് തോന്നിയാ ഇരുന്നു പോവും. പറഞ്ഞല്ലേ കേട്ടല്ലേ, നടക്കാൻ നടന്നേ നടക്കാൻ. ആ, എന്റെ അച്ഛൻ പേടിക്കണ്ട, ഞാനില്ലേ. അവരെ എന്റെ ഭർത്താവിന്റെ അമ്മയാ. അവര് ഞാനും തമ്മില് പലതും പറഞ്ഞു നിരിക്കും. ഇന്ന് പിണങ്ങിയ നാളെ കൂട്ടുകൂടും. കാരണം നാളെ സത്യാമ്മ വീണുപോയാ നോക്കേണ്ടത് ഞാനാ. ഇത് അപകടമാണല്ലോ. പറഞ്ഞതുപോലെ അവൾ 18ാമത്തെ അടവും ഇറക്കി കളിക്കുക. ഈ തള്ളയ്ക്ക് അവളോട് സ്നേഹം കൂടാൻ ഇത് കൂടുതൽ ഇനി എന്ത് വേണം? മതി മോനെ, എന്നെ കൊണ്ട് വയ്യ, മതിയാക്കാ. പ്രീതിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴല്ലേ അച്ഛന് സ്ട്രോക്ക് വന്നത്. ഇപ്പതെ പ്രീതിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി. അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ പ്രീതി. ഞാൻ അച്ഛന് വാക്ക് തന്നതുപോലെ ഏതാനും മാസം കഴിഞ്ഞ ഒരു പേരക്കുട്ടിയെ ദാ ഈ കൈവെള്ളയിലേക്ക് വെച്ച് തരും. നീ പറയുന്ന കേൾക്കുമ്പോ നടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ കാലം കൊണ്ട് പൊരുത്തപ്പെടണ്ടേ?
എന്താളേ ഒരു ഉലാത്തല്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, ഇതെവിടെ പോയി? അളിയാ, 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 അവിടെ കിടന്ന കാറും ബൈക്കൊക്കെ എവിടെ? എനിക്കറിയില്ല. അളിയ എന്താ ചുമ്മാ തമാശയ്ക്ക് വേണം? കുറച്ചു മുമ്പ് വരെ ഇവിടെ കിടന്ന കാറും ബൈക്കൊക്കെ എവിടെയെന്ന്? നീയല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ കുട്ടിച്ചാത്തനുണ്ടെന്ന്? കുട്ടിച്ചാത്തന് സാധിക്കാത്തതായി എന്തേലും കാര്യമുണ്ടോ? കാറും ബൈക്കും ഒക്കെ കുട്ടിച്ചാത്തൻ കൊണ്ടുപോയി കാണും. ഒരുമാതിരി വർത്തമാനം പറയല്ലേ. നീ ഇത്ര വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. രണ്ടിന്റെ ഓണർ ഈ ഗോപാലകൃഷ്ണ. കാറും ബൈക്കും ഒക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിലേ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. പക്ഷേ കുട്ടിച്ചാത്തനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ മോനെ ബാലചന്ദ്ര. എന്റെ ഭാര്യ രാജേശ്വരിയും കൂടി കേൾക്കാനാ പറയുന്നത്. കാറും ബൈക്കും സകല സ്വത്തിന്റെ അവകാശി ഈ ഗോപാലകൃഷ്ണ. അതീന്ന് ചിലപ്പോ കാണാതെ പോയെന്നിരിക്കും, ചിലപ്പോ തിരിച്ചു വന്നൂന്നിരിക്കും. എനിക്ക് അവകാശപ്പെട്ട സ്വത്തുവകകളിൽ ഏതിലെങ്കിലും തൊട്ട രണ്ടിന്റെയും കൈവെട്ട് ഞാൻ. മറികെ. ആ, താങ്ക്സ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കുട്ടിച്ചാത്തന്റെ കളി. എന്റെ ഭാര്യയ്ക്ക് ബ്യൂട്ടി പാർലറിൽ തുലയ്ക്കാനും ദൂർത്തടിക്കാനും ഒക്കെ ഉള്ള കാശും അളിയന് കള്ളു വാങ്ങാനുള്ള പണവും നിലയ്ക്കും. പൂഴിമണ്ണ് തിന്നുന്ന ഗോപാലകൃഷ്ണനെ കൊണ്ട് താങ്ങുകേലാത്. ഇരിക്കണം മാലതി. നമസ്കാരം രാഘവേട്ട. നമസ്കാരം. അങ്ങോട്ടിരിക്കണം. കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കോഫിയോ? അയ്യോ, ഒന്നും വേണ്ട സത്യാമ്മേ. പല വീട്ടിൽ നിന്നായി ഇപ്പൊ തന്നെ ചായ 8:10. ആഹാ, അപ്പൊ കാര്യമായിട്ട് എന്താ വിശേഷം ഉണ്ടല്ലോ? വിശേഷം തന്നെ രാഘവേട്ട. ശർമിള മോള് ഗർഭിണിയായിരുന്നല്ലോ. അവളുടെ സീമന്തം നടത്താൻ വെച്ചിരിക്കുക ഈ വരുന്ന വ്യാഴാഴ്ച. അതിന് ക്ഷണിക്കാനാ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത്. ഇന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പയ്യന്റെ വീട്ടിലേക്ക് പോവുകയും വേണം. അതെന്താ ഇന്ന് തന്നെ? ഇന്ന് കൂട്ടിക്കൊണ്ടു വന്നാലേ കൂടുതൽ നല്ല വിശേഷമാണെന്നാ ജോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. എങ്കി അങ്ങനെ തന്നെ നടക്കട്ടെ. ആ, ഇവിടുത്തെ പ്രീതിയും ഗർഭിണിയായിരുന്നല്ലോ. എന്നത്തേക്കാ സീമന്തം നിശ്ചയിച്ചിരിക്കുന്നത്? അതെ മാലതി, പ്രീതിയുടെ സീമന്തം നിശ്ചയിച്ചിട്ടുണ്ട്. തീയതി കുറിച്ചില്ലാന്നേ ഉള്ളൂ. തീയതി കുറിച്ച് കഴിയുമ്പോ ഭാമി അങ്ങോട്ട് വരും. സന്തോഷം. അപ്പൊ എല്ലാവരും അങ്ങ് എത്തിയേക്കണം. ഓ, ഞാൻ ഇറങ്ങട്ടെ, വൈകിക്കുന്നില്ല. കൊറേ വീടുകളിൽ കൂടി ക്ഷണിക്കാനുണ്ട്. എന്നാ ശരി. ശരി ശരി ശരി. ഭാമേ, രാഘവേട്ട, സീമന്തത്തിന് പ്രീതിയെ വസുമതി വിടുവോ? ആ, എല്ലാം ശുഭമാവുമെന്ന് തന്നെ കരുതാം ഭാമേ. അല്ലാതെന്താ ചെയ്യാ?
സത്യഭാമേ, നിങ്ങളുടെ വീക്ക് പോയിന്റ് എനിക്ക് പിടികിട്ടി. ഇനി ഇതിൽ പിടിച്ച സുസ്മിതയുടെ അടുത്ത ഗെയിം. എന്താ ശാരദാമ്മേ, ഇന്ന് ആൾക്കാരൊന്നും കാണാനില്ലല്ലോ? ഇന്നത്തെ കഥ അല്ല ശങ്കരേട്ടാ, കുറച്ചു നാളായിട്ട് ഇതാ അവസ്ഥ. വെച്ചുണ്ടാക്കുക എന്നുള്ളതും കഴിക്കാൻ ആളില്ലാന്നും ഉണ്ടെങ്കിലേ വെച്ചതൊക്കെ കുഴിവെട്ടി മൂടുക എന്നുള്ളത് പാചകക്കാരുടെ വിധിയാ. അക്കൂട്ടത്തില് ശാരദയ്ക്ക് അല്പം മനസാക്ഷി കൂടിപ്പോയി. ഇന്നാട്ടില് പണമില്ലാത്തത് കൊണ്ട് ആരും വിഷം തുറങ്ങരുത് എന്നൊരു പിടിവാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യമുള്ളതിനേക്കാൾ ഒരു പിടി അരി കൂടുതലിടും. നഷ്ടം വന്നാൽ അത് ശാരദ സഹിക്കും. ശാരദയും മക്കളും വിഷം നുറങ്ങിയാലും ആരും അതറിയില്ല. പിന്നെ ദേ ഈ 2 കുഞ്ഞുങ്ങള് പ്രസവിച്ചില്ലെങ്കിൽ ഇവരും എന്റെ മക്കള് തന്നെയാ. ഇവരുടെ കുടുംബവും നടത്തേണ്ടത് ഞാൻ തന്നെയാ. അതൊരു തലവിധിയല്ല, സന്തോഷമാ. എനിക്കൊരു കുടുംബമില്ല, ഒറ്റത്തടിയാ. ആരെന്ത് പണിക്ക് വിളിച്ചാലും ഞാൻ പോവും. ആഹാരം വെച്ച് മാത്രം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് 3 നേരം കുടുംബശ്രീയേ ഉള്ളൂ ശരണം. മറ്റൊരു ഹോട്ടൽ ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടുന്ന് തരുന്ന ഭക്ഷണത്തിന് അമ്മയുടെ കയ്യിൽ നിന്ന് തരുന്ന സ്നേഹത്തിന്റെ രുചിയാ. എന്നാലും അതിനോട് നീതി കാണിക്കാൻ പറ്റുന്നില്ല പലപ്പോഴും. അതെന്താ ശങ്കരേട്ട അങ്ങനെ പറഞ്ഞത്? ശാരദാമ്മയുടെ പറ്റുബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. അതില് പകുതിയിലധികം പേജ് എനിക്ക് വേണ്ടിയാ മാറ്റിവെച്ചിരിക്കുന്നത്. ഞാൻ നിർബന്ധം പറഞ്ഞാലും പലപ്പോഴും ശാരദാമ്മ എന്റെ പറ്റൊന്നും എഴുതാറില്ലെന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് ഞാൻ തരുന്നതോ 10 or 100, അതും വല്ലപ്പോഴും. അതെ, ശങ്കരേട്ടനല്ലേ പറഞ്ഞത് ഇവിടത്തെ ഭക്ഷണത്തിന് അമ്മയുടെ സ്നേഹത്തിന്റെ രുചിയുണ്ടെന്ന്. അമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കണക്ക് വയ്ക്കോ? അങ്ങനെ ഒരു പറ്റുബുക്കുണ്ടെങ്കിൽ ഒരമ്മയുടെ കണക്ക് മാത്രം സൂക്ഷിക്കാൻ ലോകത്തെ സകല കടലാസിനും സാധിക്കൂ ശങ്കരേട്ടാ? എന്നാലും ശാരദാമ്മേ, ശങ്കരേട്ടൻ ഭക്ഷണം കഴിക്കും. ദേ ഇവക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെയാ ഞാനിവിടെ ഓരോരുത്തർക്കും വിളമ്പുമ്പോ മനസ്സിൽ വിചാരിക്കുന്നത്. കഴിക്കും. ആ മോളെ, അമ്മ അറിഞ്ഞോ? അമ്മ ഞാൻ അറിഞ്ഞടി. കുറുപ്പ് സാറ് ശാരിയെ വിളിച്ചു പറഞ്ഞു. അതിന്റെ ആഘോഷം നടക്കുക ഇവിടെ. നീ ആദ്യത്തെ ഏതോ പരീക്ഷ പാസ്സായപ്പോഴേ എല്ലാരും കൂടെ നടത്തിയൊരു ആഘോഷമില്ലേ, അതിനേക്കാൾ ഗംഭീരമായ ആഘോഷമാ. ശാന്തയും രാജിയും ശങ്കരേട്ടനും നമ്മുടെ പതിവുകാരെല്ലാരും ഉണ്ട്. ഷോ, ഞാൻ അവിടെ ഇല്ലാതെ പോയല്ലോ. ആ, നീ ഇവിടെ ഇല്ലാത്തത് നന്നായി. അല്ലെങ്കിലേ ഈ ഹോട്ടലിനെ ഇന്ന് പൊളിച്ച് എല്ലാരും കൂടെ പിരിച്ചു വെച്ചേരെ. സന്തോഷായോ അമ്മയ്ക്ക്? ഈ അമ്മ ഇത് എന്ത് കാട്ടുക? അത് തന്നെ. ഹലോ കുഞ്ഞേച്ചി, ഇവിടെ ഞങ്ങള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തകർത്തോണ്ടിരിക്കുക. അതിനിടയില് അമ്മ ദാ നിന്ന് കരയുവാ. നമ്മുടെ അമ്മയ്ക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാനേ അറിയുന്ന നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ മോളെ?